ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ട്രേഡ് പോളിസിയാണ്. അപ്പം ട്രേഡ് എന്താണെന്ന് നോക്കാം. ട്രേഡ് എന്ന് പറയുമ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡ് പോളിസി എന്താണെന്ന് വെച്ചാൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. പോളിസി എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം ഇത് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ട്രേഡ് പോളിസി എന്ന് പറയുമ്പം ട്രേഡിംഗ് കൺട്രീസ് തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. ഫോറിൻ കൺട്രീസിലേക്കുള്ള ഇമ്പോർട്ട്സിനെയും എക്സ്പോർട്ടിനെയും കൺട്രോൾ ചെയ്യുന്ന എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന എഗ്രിമെൻറ്റ്സോ അല്ലെങ്കിൽ റെഗുലേഷൻസിനെയോ ഒക്കെയാണ് ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ട്രേഡ് പോളിസിയിൽ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ്, ടാരിഫ്, കോട്ടാസ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. കോട്ടാസ്, ടാക്സ്, ടാരിഫ് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ട്രേഡ് പോളിസി ഫ്രീ ട്രേഡ് പോളിസി ആകാം, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസി ആകാം. ഫ്രീ ട്രേഡ് പോളിസി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് നടത്തുമ്പോൾ ടാരിഫ്സ്, കോട്ടാസ് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. എന്നാൽ ഫ്രീ ട്രേഡിൽ പറയുന്നത് നാഷണൽ ബോർഡേഴ്സിനപ്പുറത്തേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ കഴിയുന്നു. എന്തുകൂടാതെ ഈ ടാരിഫ്, കോട്ടാസ് ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് കൂടാതെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് നാഷണൽ ബോർഡേഴ്സിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വിൽക്കാനോ വാങ്ങാനോ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രീ ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുമ്പം ടാരിഫ് ബാരിയേഴ്സ് കൂടാതെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ കഴിയുന്നതിനെ ഫ്രീ ട്രേഡ് പോളിസി എന്ന് പറയുന്നു. അതിനെയാണ് ഫ്രീ ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. റെസ്ട്രിക്റ്റീവ് പോളിസി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് പോളിസി എന്ന് പറയുമ്പം ഈ ടാരിഫ്, കോട്ടാസ് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് റെസ്ട്രിക്റ്റീവ് പോളിസി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ട്രേഡും ട്രേഡ് പോളിസീസും ഉണ്ട്. അതിൽ ബൈലാറ്ററൽ ട്രേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈലാറ്ററൽ ട്രേഡിനെ നമുക്ക് ക്ലിയറിംഗ് ട്രേഡ് എന്ന് വിളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ രണ്ട് നേഷൻസ് തമ്മിലുള്ള ട്രേഡിനെയാണ് ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയും അതിലൂടെ ട്രേഡിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ അതിനെ ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നു. അങ്ങനെ ഈ രണ്ട് നേഷൻസ് തമ്മിലുള്ള ട്രേഡിംഗ് എഗ്രിമെൻറ്റ്സിനെ പറയുന്നതാണ് ബൈലാറ്ററൽ ട്രേഡ് പോളിസി. അടുത്തത് മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. മൾട്ടിലാറ്ററൽ എന്ന് പറയുമ്പോൾ തന്നെ പേര് പോലെ തന്നെ മൂന്നോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിംഗ് എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ട്രേഡ് പോളിസിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ സ്മൂത്തായിട്ട് നടത്തുക എന്നുള്ളതാണ് ട്രേഡ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡ് ബാരിയേഴ്സിനെ കുറിച്ചിട്ടാണ്. ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുമ്പം പല ട്രേഡിംഗ് കൺട്രീസ് തമ്മിലുണ്ടാകുന്ന ഗുഡ്സിൻ്റെ ഫ്ലോ ഉണ്ട്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലോ ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്. അങ്ങനെ ട്രേഡിംഗ് കൺട്രീസ് തമ്മിലുണ്ടാകുന്ന ഗുഡ്സിൻ്റെ ഫ്ലോയിലുണ്ടാകുന്ന ആർട്ടിഫിഷ്യലായിട്ട് വരുത്തുന്ന റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ട്രേഡ് ബാരിയേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടാരിഫ് ബാരിയേഴ്സും നോൺ ടാരിഫ് ബാരിയേഴ്സും. അതിൽ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നതാണ്. ടാരിഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നതാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ചുമത്തുന്ന ടാക്സിനെയാണ് നമ്മൾ ടാരിഫ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ ടാരിഫിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സ്പെസിഫിക് ടാരിഫ് ആൻഡ് ആഡ് വലോറം ടാരിഫ്. സ്പെസിഫിക് ടാരിഫ് എന്ന് പറയുമ്പം ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി ഏതാണോ ആ കമ്മോഡിറ്റിയുടെ ഓരോ യൂണിറ്റിനും നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് സ്പെസിഫിക് ടാരിഫ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു TV ഇമ്പോർട്ട് ചെയ്യുക. ആ TVയുടെ വില ഒരു 15,000 ആണെന്ന് വെക്കുക. ഓരോ ടിവിക്കും 500 rupees നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ അതിനെ സ്പെസിഫിക് ടാരിഫ് എന്ന് പറയുന്നു. അതായത് എത്ര യൂണിറ്റ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഒരു ഫിക്സഡ് ആയിട്ടൊരു ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക് ടാരിഫ് എന്ന് പറയുന്നു.
ആഡ് വലോറം ടാരിഫ് എന്ന് പറയുമ്പം ഓരോ കമ്മോഡിറ്റിയുടെയും ടോട്ടൽ വാല്യൂ എടുക്കും. എന്നിട്ട് ആ ടോട്ടൽ വാല്യൂവിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നു. മറ്റേന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിട്ടൊരു റേറ്റ് അവർ പറഞ്ഞേക്കുക. പക്ഷേ ആഡ് വലോറം ടാരിഫിൽ ഒരു ടോട്ടൽ വാല്യൂവിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു LCDയുടെ വാല്യൂ $500 ആണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ ഈ $500 10% ആണ് ടാരിഫ് എങ്കിൽ ആഡ് വലോറം ഡ്യൂട്ടി എന്ന് പറയുന്നത് 50 ആയിരിക്കും. അതായത് 500ൻ്റെ 10% 50 ആയിരിക്കും അവർ ആഡ് വലോറം ഡ്യൂട്ടി ആയിട്ട് അവർ പേ ചെയ്യേണ്ടി വരുന്നത്. ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കൊടുക്കുക, മറ്റേടത്ത് ഒരു ഫിക്സഡ് റേറ്റ് അവർ ടാക്സ് ആയിട്ട് പറഞ്ഞിരിക്കും. അതാണ് ആഡ് വലോറം ടാരിഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത് നോൺ ടാരിഫ് ബാരിയേഴ്സിനെ കുറിച്ച് പറയാം. ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ട്രേഡ് ബാരിയർ തന്നെയാണ് ഈ നോൺ ടാരിഫ് ബാരിയർ. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടാരിഫ് പോലെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ ടാക്സ് പേ ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോൾ ഈ ടാരിഫിൽ നിന്നാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ നോൺ ടാരിഫിലാണെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷനെ എൻകറേജ് ചെയ്യുക. അതായത് ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് ഡൊമസ്റ്റിക് കൺട്രിയുടെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുക, അതിനെ എൻകറേജ് ചെയ്തിട്ട് അതുവഴി പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഈ നോൺ ടാരിഫ് ബാരിയേഴ്സിൻ്റെ ലക്ഷ്യം. അതായത് ഇമ്പോർട്ടിനെ തടഞ്ഞുകൊണ്ട് ഡൊമസ്റ്റിക് കൺട്രിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അല്ലാതെ റവന്യൂ ഒന്നും ഗവൺമെൻറ്റിന് കിട്ടത്തില്ല. നോൺ ടാരിഫ് ബാരിയേഴ്സിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, അതായത് ഇമ്പോർട്ടിനെ കുറയ്ക്കുക. പക്ഷേ അതിൻ്റെ അപ്രോച്ചസ് ഡിഫറെൻറ്റാണ്. ഇമ്പോർട്ട് ലൈസൻസ്, ഇമ്പോർട്ട് കോട്ടാസ്, ഇതൊക്കെയാണ് നോൺ ടാരിഫ് ബാരിയേഴ്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. അതായത് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ട അല്ലാതെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ലൈസൻസ് വേണം എന്നുള്ളത് ഒരു റെസ്ട്രിക്ഷൻ അല്ലേ. അതുപോലെ തന്നെ ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതൊക്കെ ഓരോ റെസ്ട്രിക്ഷൻസ് അല്ലേ. അപ്പം അതിനെയാണ് നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു നോൺ ടാരിഫ് ബാരിയറാണ് എംബാർഗോ. എംബാർഗോ എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ കൺട്രിയുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു ട്രേഡിനെ ബാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എംബാർഗോ എന്ന് പറയുന്നു. ഇനി നോക്കാൻ പോകുന്നത് ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാരിഫ് ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻ്റാണ്. ടാരിഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ചുമത്തുന്ന ടാക്സിനെയാണ് ടാരിഫ് എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ടാരിഫ് ആൻഡ് ആഡ് വലോറം ടാരിഫ്. സ്പെസിഫിക് ടാരിഫ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ഓരോ യൂണിറ്റിനും ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് സ്പെസിഫിക് ടാരിഫ് എന്ന് പറയുന്നത്. ആഡ് വലോറം ടാരിഫ് എന്ന് പറയുമ്പം കമ്മോഡിറ്റിയുടെ ടോട്ടൽ വാല്യൂയുടെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുമ്പം അതിനെ ആഡ് വലോറം ടാരിഫ് എന്ന് പറയുന്നു. ഇനി അടുത്ത ഒരു ഇൻസ്ട്രുമെൻ്റാണ് കോട്ട എന്ന് പറയുമ്പം ഇൻ്റർനാഷണൽ ട്രേഡിൽ കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടിന് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷനുണ്ട്, അതിനെയാണ് കോട്ടാസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരു ലിമിറ്റ് വെക്കുന്നതിനെയാണ് കോട്ടാസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പം ഇപ്പം US ഒരു വർഷം 10,000 ജാപ്പനീസ് കാറുകൾ മാത്രമേ ഇമ്പോർട്ട് ചെയ്യാവൂ എന്നാണ് റെസ്ട്രിക്ഷൻ എങ്കിൽ, അപ്പോൾ അതിൻ്റെ കോട്ട എന്ന് പറയുന്നത് എത്ര? 10,000 ആണ്. 10,000 കൂടുതൽ ജാപ്പനീസ് കാറുകൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. സിമ്പിളായിട്ട് പറയുമ്പം ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ കോട്ടാസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ വെക്കുന്ന ലിമിറ്റ്സിനെയാണ് നമ്മൾ കോട്ട എന്ന് പറയുന്നത്. ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. അടുത്ത ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻ്റാണ് വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ്, VER. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് VER. ഒരു സ്പെസിഫിക് പീരീഡിൽ ചില കാറ്റഗറിയിൽ പെടുന്ന ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിൽ ഗവൺമെൻറ് വെക്കുന്ന ഒരു ക്വാണ്ടിറ്റി ലിമിറ്റ്, കോട്ട പോലെ തന്നെ ക്വാണ്ടിറ്റി ലിമിറ്റാണിതും. അതിനെയാണ് വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഗവൺമെൻറ് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയിൽ വെക്കുന്ന ഒരു ലിമിറ്റ്, അതിനെയാണ് VER, വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ് എന്ന് പറയുന്നത്.
അടുത്ത ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻ്റാണ് സബ്സിഡീസ്. സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകുന്ന കോസ്റ്റിനെ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഗവൺമെൻറ് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന ഗ്രാൻറ്റിനെയാണ് സബ്സിഡീസ് എന്ന് പറയുന്നത്. അതായത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് അവരുടെ ഇൻഡസ്ട്രിയെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇൻസ്ട്രുമെൻ്റാണ് ആൻറ്റി ഡംപിങ് പോളിസി. ആൻറ്റി ഡംപിങ് പോളിസി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഡംപിങ് എന്തുവാന്ന് നോക്കാം. ഒരു രാജ്യം അതിൻ്റെ പ്രോഡക്ട്സ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് വിലയിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് ഡംപിങ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ 10 രൂപയ്ക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സാധനം അത് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് ഇന്ത്യ ഒരു 8 രൂപയ്ക്കാണ് അത് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡംപിങ് എന്ന് പറയും. അപ്പം ചൈനയിലുള്ള കൺസ്യൂമേഴ്സിന് എന്തുമായിരിക്കും, അത് അഫോർഡബിൾ പ്രൈസിലല്ലേ കിട്ടുന്നത്. അതായത് 10 രൂപ വിലയുള്ളൊരു സാധനം 8 രൂപയ്ക്ക് അവരുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അത് അഫോർഡബിൾ പ്രൈസിൽ അവർക്ക് കിട്ടും. അത് കൺസ്യൂമേഴ്സിനൊരു ഗുണമാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു മാർക്കറ്റിലോട്ടും കൂടെ എൻട്രി കിട്ടുക ചെയ്യുന്നത്. ആൻറ്റി ഡംപിങ് പോളിസി എന്ന് പറയുമ്പം ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവ് പ്രൈസിലാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അങ്ങനെയുള്ള ഫോറിൻ ഇമ്പോർട്ടിന് ഡൊമസ്റ്റിക് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയെ പറയുന്ന പേരാണ് ആൻറ്റി ഡംപിങ് പോളിസി എന്ന് പറയുന്നത്. ടാരിഫ്, കോട്ട, VER, അതുപോലെ ആൻറ്റി ഡംപിങ് പോളിസി, ഇതൊക്കെയാണ് ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇക്കണോമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈയും ഈക്വൽ ആണെങ്കിൽ അതിനെ ഇക്കണോമിക് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിമാൻഡ് സപ്ലൈക്ക് ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പം ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ഫേം ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വരുന്നു. അതായത് ഇൻഡസ്ട്രിയിൽ കുറേ ഫേംസ് കാണും, പക്ഷേ ഏതെങ്കിലും ഒരു ഫേമിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഈക്വലായിട്ട് വരുന്നു. അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റു ഫേമിൻ്റെ ഡിമാൻഡ് സപ്ലൈ ഈക്വലായിട്ട് വരാതിരിക്കുമ്പം അതിനെയാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്ചേഞ്ച് കൺട്രോൾ. എക്സ്ചേഞ്ച് കൺട്രോൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എക്സ്ചേഞ്ച് റേറ്റ് എന്തുവാന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് കറൻസി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേറ്റിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റാണുള്ളത്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് കേൾക്കുമ്പം ആ പേരിനകത്തു നിന്ന് തന്നെ മനസ്സിലാകും റേറ്റ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് അതോറിറ്റിയോ ഒഫീഷ്യലി ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകത്തില്ല, അത് ഫിക്സ്ഡ് ആയിരിക്കും. മാർക്കറ്റ് ഫോഴ്സ് ഒന്നും എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കത്തില്ല. അതായത് ഡിമാൻഡോ സപ്ലൈയോ ഒക്കെ മാറുന്നത് കൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഒരിക്കലും മാറത്തില്ല. അങ്ങനെയാണ് ഗവൺമെൻറ് അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കും, അല്ലെങ്കിൽ ഒഫീഷ്യൽ അതോറിറ്റി അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതിനെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നു. അതായത് എക്സ്ചേഞ്ച് റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതിനെയാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഇതിനെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് എക്സ്ചേഞ്ച് റേറ്റ് സെറ്റ് ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈയും ഒക്കെ അനുസരിച്ചായിരിക്കും ഈ എക്സ്ചേഞ്ച് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ഡിമാൻഡ് സപ്ലൈ ഇതൊക്കെ അനുസരിച്ചായിരിക്കും കറൻസിയുടെ വാല്യൂവിന് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയിരിക്കും. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ കൺട്രോൾ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ഗവൺമെൻറ് ആണെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ഡിമാൻഡും സപ്ലൈ ആയിരിക്കും. മാർക്കറ്റ് ഫോഴ്സുകളായിരിക്കും എപ്പോഴും എക്സ്ചേഞ്ച് റേറ്റിനെ തീരുമാനിക്കുന്നത്. അതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇനിയും
എക്സ്ചേഞ്ച് കൺട്രോൾ എന്താണെന്ന് വെച്ചാൽ കറൻസിയുടെ പർച്ചേസിനും സെയിലിനും ഗവൺമെൻറ് വെക്കുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെയാണ് എക്സ്ചേഞ്ച് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഫോറിൻ കോയിൻ്റെയോ ഗോൾഡിൻ്റെയോ ഒക്കെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, പിന്നെ കറൻസി കൺവേർഷൻ, രാജ്യങ്ങൾ തമ്മിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതിലൊക്കെ ഗവൺമെൻറ് ഒരു റെഗുലേഷൻ വെക്കും. അതിനെയാണ് എക്സ്ചേഞ്ച് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് ട്രേഡ് പോളിസി, ട്രേഡ് ബാരിയേഴ്സ്, ടൈപ്സ് ഓഫ് ട്രേഡ് ബാരിയേഴ്സ്, ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ്, പാർഷ്യൽ ഇക്വിലിബ്രിയം, എക്സ്ചേഞ്ച് കൺട്രോൾ, ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഗ്നോയിൽ M.Com ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.